ഗ്രീൻ ഷിപ്പിംഗ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന കപ്പലുകളെല്ലാം ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിക്കാൻ തയ്യാറാകണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാകണം. മനസ്സിലായി. അപ്പം നമ്മളിപ്പോൾ കാറിൽ പിന്നെ ഡീസലിന് പകരം അല്ലെങ്കിൽ പെട്രോളിന് പകരം LNG ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പം കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ഉണ്ട്. അപ്പോൾ ആ ഫ്യൂവല് നമ്മൾ നിറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ബങ്കറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ബങ്കറിങ്ങിനായിട്ട് IOCL-ഉമായിട്ട് ഒരു കരാർ വിസിൽ ഇപ്പോൾ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്താണോ അത് നമുക്ക് നൽകുവാനുള്ള സംവിധാനം നമ്മൾ വിഴിഞ്ഞത്ത് തന്നെ ഒരുക്കും. അതും മറ്റൊരു വലിയൊരു നിക്ഷേപമാണ്, വലിയൊരു വളർച്ചയ്ക്കുള്ള ഒരു വഴിയാണ് ശരിക്കും. ഭാവിയിൽ ഈ വരുന്ന കപ്പലുകൾ ഗ്രീൻ ഹൈഡ്രജൻ, അമോണിയ തുടങ്ങിയ ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളുടെയും ആഗ്രഹം. അപ്പോൾ അതിനായിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ അമോണിയ പ്ലാന്റ്സ് നമ്മൾ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള ചർച്ചകളിലാണ് നിലവിൽ. ഇപ്പോൾ പ്രാഥമിക ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയിൽ അതിനൊരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് നമുക്ക് നേടണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഇവിടെ വരുന്ന എല്ലാ കപ്പലുകളും ഈ പറയുന്ന ഗ്രീൻ ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ഈ സമുദ്രസഞ്ചാരം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.